താരിഫ് യുദ്ധത്തിനിടയിൽ ഇന്ത്യയുടെ നിലപാടുകളെ ചോദ്യം ചെയ്തുകൊണ്ട് സിക്സ് ഓഫ് അമേരിക്ക ചെയർമാൻ ജസ്ദീപ് സിംഗ് ജസ്സി എഴുതിയൊരു ലേഖനം വളരെ ശ്രദ്ധേയമായി തോന്നി. അദ്ദേഹം ചോദിക്കുന്ന സുപ്രധാനമായ ചില ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഈ റഷ്യയിൽ നിന്ന് എണ്ണ വില കുറച്ച് കിട്ടുന്നു, വളരെ വില കുറച്ച് ധാരാളമായിട്ട് എണ്ണ നമുക്ക് കിട്ടുന്നു. പക്ഷേ ഇന്ത്യയിലെ വിപണിയിൽ ഇന്ത്യയിലെ ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ കിട്ടുന്നുണ്ടോ? അവർക്ക് എണ്ണവില കുറഞ്ഞിട്ടുണ്ടോ? എന്ന് മാത്രമല്ല, ഈ റഷ്യയിൽ നിന്ന് കിട്ടുന്ന എണ്ണ കൊണ്ടുള്ള ഗുണം ആരാണ്? ആ പണം ആർക്കാണ് ലഭിക്കുന്നത്? അത് അംബാനിക്കും അദാനിക്കുമാണ് ലഭിക്കുന്നത്, സാധാരണ ജനങ്ങൾക്ക് അല്ല കിട്ടുന്നത്. എന്ന് മാത്രമല്ല, ഈ അമേരിക്ക താരിഫ് കൂട്ടിയതുകൊണ്ട് അവർക്ക് നഷ്ടമൊന്നുമില്ല. അവർക്ക് നഷ്ടം വന്നാലും ഈ എണ്ണവില അത്രയേ ഉള്ളൂ. നേരെ മറിച്ച് സാധാരണ ആളുകളുടെ നഷ്ടമാണ് പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടത്. രൂപയുടെ മൂല്യം കുറയുന്നു, പിന്നെ ഇതിനകം തന്നെ കുറഞ്ഞിരിക്കുന്നു. പിന്നെ ഈ ഇങ്ങോട്ട് ഒന്നും ഇറക്കുമതി ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ, അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ കഴിയാത്തൊരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ അവിടെ തീർച്ചയായിട്ടും അവിടെ ഉൽപ്പാദനം നിലയ്ക്കും. ലക്ഷക്കണക്കിന് ആളുകൾ അത് അടിയന്തരമായിട്ട് അവരെ ബാധിക്കുന്ന കാര്യമാണ്. കാലക്രമേണ ഇതിൽ നിന്ന് ഇന്ത്യ മുക്തമാകുമെന്നുള്ളതിന് നമുക്ക് തർക്കമൊന്നുമില്ല. പക്ഷേ അത് മുക്തമാകാനുള്ള വഴിത്താര ഇല്ലാതാവുന്ന ഒരവസ്ഥയാണ് അമേരിക്കയുമായിട്ടുള്ള ബന്ധം ഇല്ലാതായി കഴിഞ്ഞാൽ. ഒന്നാമതായിട്ട് ചിന്തിക്കേണ്ട കാര്യം, അമേരിക്കയ്ക്ക് പകരമല്ല റഷ്യയും ചൈനയും. അമേരിക്ക എന്നുള്ളത് എന്ന് മാത്രമല്ല, പാശ്ചാത്യ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളും ഒന്നും അമേരിക്കയ്ക്ക് ഒരു ബദലല്ല. കാരണം അമേരിക്ക എന്നുള്ളത് അമേരിക്ക മാത്രമാണ്. അത് ആ വിപണിയും അതുപോലെ അവിടെ നിന്ന് കിട്ടുന്ന പണവും അതിന് തുല്യമായി മറ്റൊന്നുമില്ല. യൂറോപ്യൻ രാജ്യങ്ങളിലും അവരോട് താരിഫ് ചുമത്താനായിട്ട് പ്രസിഡന്റ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പം ട്രംപ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ എതിർത്തൊന്നും പറയാൻ പോകുന്നില്ല. അപ്പോൾ അവിടെയും നമ്മുടെ സാധനങ്ങളൊന്നും വിൽക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ നമ്മളെവിടെ വിൽക്കും? ചൈനയിൽ വിൽക്കുമോ? ചൈനയിൽ അവർ തന്നെ വ്യാജ ഉൽപ്പന്നങ്ങളെല്ലാം ഉണ്ടാക്കി ലോകം മുഴുവൻ വിടുന്ന ആളുകളാണ്. അവർക്ക് പുറത്തുനിന്നൊന്നും ആവശ്യമില്ല. പിന്നെ റഷ്യ ഒരു ചെറിയ വിപണിയാണ്. അവർക്ക് എത്ര കണ്ട് വാങ്ങാൻ കഴിയും? അവർക്ക് എത്ര കണ്ട് ആവശ്യമുണ്ട്? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അമേരിക്ക ഇന്ത്യക്ക് ആവശ്യമുള്ള രാജ്യമാണ്. ആ ബന്ധത്തിനൊരു വിള്ളൽ വരുന്നത് ശരിയല്ല. രണ്ടാമതൊരു കാര്യം, ഈ യുക്രൈനിലെ യുദ്ധം, യുക്രൈനിലെ ആളുകൾ മരിച്ചു വീഴുന്നതിലും അല്ലെങ്കിൽ അവിടുത്തെ രാജ്യവുമായിട്ടുള്ള ആ പ്രശ്നത്തിനെല്ലാം കാരണം ഇന്ത്യയാണെന്ന് പറഞ്ഞാൽ അത് എത്ര കണ്ട് സത്യമുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഒരു കാരണവശാലും ഒരു യുദ്ധത്തിന് നമ്മളാണ് ഉത്തരവാദികൾ. ആളുകൾ മരിച്ചു വീഴുന്നതിന് നമ്മൾ പൈസ കൊടുത്താണ് അവിടെ ആളുകളെ കൊല്ലുന്നതെന്ന് പറഞ്ഞാൽ അത് ഖേദകരമായൊരു കാര്യമാണ്. പക്ഷേ ഈ റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്നത് ചൈനയാണ്. അവർക്കെതിരെ ഒരു നടപടിയുമില്ല, ഇന്ത്യക്കെതിരെ മാത്രമാണ് നടപടി. അപ്പം പ്രസിഡന്റ് ട്രംപിൻ്റെ ഒരു മെസ്സേജ് ഇന്നത്തെ പ്രസ്താവനയിൽ കണ്ടത്, ഏറ്റവും അധികം ഇന്ത്യൻ സാധനങ്ങളെല്ലാം അമേരിക്കയിൽ കൊണ്ടുവന്ന് വിറ്റഴിക്കുന്നു. പക്ഷേ അമേരിക്കൻ സാധനങ്ങളൊന്നും ഇന്ത്യയിൽ വിറ്റഴിക്കാൻ പറ്റില്ല. കാരണം അതിഭയങ്കരമായ താരിഫാണ്. ആ താരിഫ് കാരണം ഇവിടെ നിന്നുള്ളതൊന്നും അവിടെ പറ്റത്തില്ല. എന്ന് മാത്രമല്ല, പലതിനും വിലക്കൊണ്ട് താനും. അപ്പോൾ അത് ആ താരിഫെല്ലാം കുറയ്ക്കാമെന്ന് ഇന്ത്യ പറഞ്ഞുവെങ്കിലും അപ്പോഴത്തേക്ക് വൈകിപ്പോയി എന്നാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത്. അപ്പോൾ അത്രമാത്രം ഇന്ത്യയുമായിട്ടൊരു ഭിന്നത ഉണ്ടായ ഒരവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. അതിനിടയിലാണ് പീറ്റർ നവരെ പോലെയും ഈ സ്കോട്ട് ബെസന്തിനെ പോലെയൊക്കെയുള്ള ആളുകൾ അവരുടെ വാക്പയറ്റ്, ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ഈ ആളുകളെ വെറുപ്പിക്കുന്ന രീതിയിലുള്ള സംസാരം. അപ്പോൾ അത് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഇത്തരം അമിതമായ ആവേശപ്രകടനമൊന്നും ഒരിക്കലും നല്ലതല്ല. ഇന്ത്യയിലാണേലും പ്രചാരണം അതിശക്തമാണ്. ഇന്ത്യ അമേരിക്കയെ തകർത്തുകളെന്നുള്ള ആ രീതിയിലുള്ള പ്രചാരണം, അതൊന്ന്. രണ്ടാമത്, ഇന്ത്യ ഒരു കാരണവശാലും പിൻവാങ്ങരുത്, അമേരിക്കൻ നിലപാടുകൾക്ക് അനുസൃതമായി പോകരുത്, നമ്മൾ സ്വതന്ത്രമായിട്ട് നിൽക്കണം എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിൽ ട്രംപ് പറയുന്നൊരു കാര്യമുണ്ട്, ഈ അമേരിക്കയിൽ ഇന്ത്യൻ സാധനങ്ങളെല്ലാം വിറ്റഴിക്കുന്നു. പക്ഷേ ഈ ആയുധങ്ങൾ സൈനിക സാമഗ്രികൾ വാങ്ങുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മറ്റ് രാജ്യങ്ങളിൽ നിന്നാണ്. അമേരിക്കയ്ക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ല. അതാണ് ട്രംപിൻ്റെ ഒരു നിലപാട്. അപ്പോൾ ഇതെല്ലാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അമേരിക്കയെ പിണയ്ക്കുന്നത് എന്തുകൊണ്ടും നന്നല്ല. അമേരിക്കയിലുള്ള ഇന്ത്യക്കാർക്ക് മാത്രമല്ല, ശരിക്ക് ഇന്ത്യയിലുള്ള ഇന്ത്യക്കാർക്കും അത് ഗുണകരമായൊരു കാര്യമല്ല. അതിനൊരു മാറ്റം ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. തീർച്ചയായിട്ടും നമുക്ക് ഈ ബന്ധങ്ങളിലൊരു വിള്ളൽ വരുത്താനൊക്കെ വളരെ എളുപ്പമാകും. പക്ഷേ അത് യോജിച്ചു കൊണ്ടുപോകാനും മുന്നോട്ട് പോകാനും കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.